ഹായ് ഹലോ കൂട്ടുകാരെ, ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര യൂറോപ്പിലേക്കാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കാലത്തെ 8:40 യാത്ര ആരംഭിച്ച ഞങ്ങൾ ഏകദേശം ഒരു 3.5-4 മണിക്കൂറോടുകൂടി മസ്കറ്റ് എയർപോർട്ടിലെത്തും. അവിടെ നിന്നാണ് ഫ്രാൻസിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ്. വെളുപ്പിനെ 4 മണിക്ക് പുറപ്പെട്ടത് കൊണ്ടേ ഫ്ലൈറ്റിൽ കയറിയ ഉടനെ നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കി. നല്ല വിശപ്പുള്ളത് കൊണ്ടായിരിക്കാം ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയായിരുന്നു. കുറച്ച് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ബണ്ണും ബട്ടറും പിന്നെ എന്തോ വെജിറ്റബിൾ ഐറ്റം ആയിരുന്നു, എന്തായിരുന്നു അതുമൊക്കെ കഴിച്ചു. ഒരു പ്രേമലോ ഫിലിമും കണ്ടപ്പോഴേക്കും മസ്കറ്റ് എയർപോർട്ടിലേക്ക് എത്തി. അവിടുത്തെ സമയമായ 11 മണിക്ക് അവിടെ എത്തിയ ഞങ്ങൾക്കിനി 2:10 അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റിലെ 7 മണിക്കൂർ കൊണ്ട് ലഞ്ചും കഴിച്ച് ഒരു ഉറക്കവും കൂടി പാസ്സാക്കിയപ്പോൾ പാരീസിലുള്ള ചാൾസ് ഡി ഗോൾ എയർപോർട്ടിലെത്തി. പാരീസിലെ സമയം 7:45 ആണെങ്കിലും നമ്മളുടെ സമയം 11:15 കാലത്തെ യാത്ര തുടങ്ങിയതല്ലേ. പിന്നെ ഞങ്ങളുടെ ഒരു കണ്ടക്ടർ ടൂറായിരുന്നു. 33 പേരടങ്ങുന്ന സംഘം, 32 പേര്, പിന്നെ ഞങ്ങളുടെ ടൂർ മാനേജറും. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും എത്തി. പിന്നെ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലമായ നോവോട്ടൽ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. ഇനിയുള്ള കാര്യം അതിലും രസമാണ്. 5 കോഴ്സ് ഡിന്നറൊക്കെയാണ്. പക്ഷേ ആദ്യത്തേത് കഴിഞ്ഞപ്പോൾ തന്നെ ഇനിയുള്ള ദിവസം ഞാൻ എങ്ങനെയെങ്കിലും തള്ളി നിൽക്കും, ഈ ബാബുചേട്ടനെ എന്ത് ചെയ്യുമെന്നായിപ്പോയി. അടുത്ത ദിവസം രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ഫുഡിനെ പറ്റിയുള്ള ടെൻഷനൊക്കെ മാറി നമുക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെല്ലാം ധാരാളം എല്ലാവരും കഴിച്ച് റെഡിയായി പാരീസ് സിറ്റി ടൂറിനായി പുറപ്പെട്ടു. കൂടെ ലൂവർ മ്യൂസിയവും. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എല്ലാവരും റെഡിയായി വരുന്നത് വരെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും ഉള്ള പരിപാടികളും ഒക്കെ ഒന്ന് വെറുതെ കാണിച്ചതാണ്. രാത്രിയൊന്നും നമുക്ക് ധൃതിയിലെടുക്കാനും സാധിച്ചില്ല. ഇനി ഹോട്ടലിന് പുറത്തേക്ക് ബസ്സെല്ലാം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. രാത്രി ദൃശ്യങ്ങളുടെ പകൽ വെർഷൻ നോവോട്ടൽ ഹോട്ടൽ. ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും നിറയെ സൈക്കിൾ യാത്രക്കാരാണിവിടെ. കാറുകളെല്ലാം വളരെ വലിയ ആഡംബര കാറുകളാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ സൈക്കിൾ യാത്ര വളരെയധികം ഇവിടത്തുകാർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് എത്തി. ജുബൈർ ഞങ്ങൾക്ക് പാരീസിനെ പറ്റിയും യൂറോപ്പിനെ പറ്റിയുമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരികയായിരുന്നു. പാരീസ് വളരെ റൊമാൻറ്റിക് സിറ്റിയാണ്, ഫാഷനബിൾ സിറ്റിയാണ്, ഒക്കെ ശരി. പക്ഷേ അവനവൻ്റെ സാധനങ്ങൾ അവനവൻ തന്നെ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ കളവ് പോകുമെന്ന് യാതൊരു തർക്കവും വേണ്ട. അതെല്ലാം പോട്ടെ, നമ്മളിപ്പോൾ ഈ തിരിയുന്ന ഈ മെയിൻ സ്ട്രീറ്റ് ഓഫ് പാരീസാണ് ഷാംസ്-എലീസേ, വേൾഡ്സ് മോസ്റ്റ് ഫേമസ് അവന്യൂ ഇൻ പാരീസ്. ഏകദേശം 2 കിലോമീറ്ററോളം നീളം വരുന്ന ഈ അവന്യൂകളിൽ തിയേറ്ററുകളും ഹൈ എൻഡ് കഫേകളും റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും പെർഫ്യൂമുകളുടെയും ഒക്കെ ലക്ഷറിയസ് ഷോപ്പുമൊക്കെ അടങ്ങുന്ന ഒരു അവന്യൂ ആണിത്. അടുത്തതായി നമ്മൾ പോകുന്നത് ലൂവർ മ്യൂസിയത്തിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം. ഈ മ്യൂസിയത്തിലേക്കുള്ള തിരക്ക് കുറഞ്ഞ അണ്ടർഗ്രൗണ്ട് പാത്ത് വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവേശിക്കുന്നത്. ഇതൊരു റോയൽ പാലസിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ എൻട്രൻസിൽ മോഡേൺ ആർക്കിടെക്ചറിലുള്ള ഒരു ഗ്ലാസ് പിരമിഡുമുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങൾ 32 പേരടങ്ങുന്ന ഈ ടൂർ സംഘത്തെ 2 ഗ്രൂപ്പുകളായി 2 ടൂർ ഗൈഡുകളെ ജുബൈർ ഏൽപ്പിക്കുകയാണ്. ഈ ഗ്ലാസ് പിരമിഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പുറമേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫുൾ സ്ട്രക്ചറും കാണാനായിട്ട് സാധിക്കും. സൈൻ നദിയുടെ കരയിൽ ഏകദേശം 70,000 സ്ക്വയർ മീറ്റർ വരുന്ന ലൂവർ പാലസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലൂവർ മ്യൂസിയത്തിൽ 21ാം സെഞ്ചുറി വരെയുള്ള ചരിത്ര വസ്തുക്കളും റോമൻ, ഈജിപ്ഷ്യൻ, ഇറ്റാലിയൻ ചിത്രകലകളും ശില്പങ്ങളും അടങ്ങുന്ന 10 ലക്ഷത്തിൽ പരം കലാരൂപങ്ങളുണ്ട്. ഇവിടെയുള്ള ആർട്ട് വർക്കുകളും പെയിൻറ്റിങ്ങുകളും ഒന്നും എൻ്റെ ക്യാമറയിൽ കൊള്ളുന്നതല്ലേ. എങ്ങനെ അടിച്ചാലും ഇതിൻ്റെ ഫുൾ രൂപത്തിൽ നമുക്ക് കിട്ടില്ല. അത്ര വലിയ മ്യൂസിയമാണ്. അതുപോലെ തന്നെ നല്ല തിരക്കും. കാനായിലെ കല്യാണത്തിൻ്റെയും ലാസ്റ്റ് സപ്പറിൻ്റെയും ഒക്കെയുള്ള വലിയ വലിയ പെയിൻറ്റിങ്ങുകൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഹാളിൻ്റെ മുകൾ ഭാഗം മാത്രമാണ്, പകുതി ഭാഗത്തെ പിക്ചേഴ്സ് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇതുപോലെ തന്നെ ഒരു ലെയറുണ്ട്, പിന്നെ റൂഫിലുള്ള ചിത്രങ്ങളും ഉണ്ട്. ഇനിയും മണിക്കൂറോളം കാണിക്കാനും പറയാനുമുള്ള അത്ഭുത ലോകമാണെങ്കിലും ഞാൻ ഇനി ഇവിടെ നിർത്തുകയാണ്. ഈ കാണുന്നത് എന്താണെന്നോ, ചരിത്ര വസ്തു എന്ന് പറഞ്ഞില്ലേ. 77 വർഷത്തോളം ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 14 രാജാവിൻ്റെ കിരീടവും അതിലടങ്ങിയിരിക്കുന്ന രത്നങ്ങളുമൊക്കെയാണ് ഈ കാണുന്നത്. ഇനിയും ഡയമണ്ടിലും എമറാൾഡിലും റൂബിയിലുമൊക്കെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ശേഖരങ്ങളുമെല്ലാം ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇത് ഗ്രീക്ക് ദൈവമായ മെർക്കുറിയുടെയും വീനസിൻ്റെയും പുത്രനായ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ഹെർമഫ്രൊഡൈറ്റിൻ്റെ മാർബിളിൽ തീർത്ത പ്രതിമയാണ്.
ഇങ്ങനെ പല പ്രശസ്ത ചിത്രങ്ങളുണ്ടെങ്കിലും ഇവയിൽ ഏറ്റവും പ്രധാനം ഇറ്റാലിയൻ ആർട്ടിസ്റ്റായ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ഹാഫ് പോർട്രേറ്റ് പിക്ചറായ മൊണാലിസയുടെ പിക്ചറാണ്. അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മൊണാലിസയുടെ ചുണ്ടിൽ വിരിയുന്ന ആർക്കും പിടികൊടുക്കാനാവാത്ത ഭാവത്തിൽ നിൽക്കുന്ന ആ ചിരിയാണ് ഡാവിഞ്ചിയുടെ ഈ ചിത്രത്തെ ഇത്രയും ലോക പ്രശസ്തമാക്കിയിരിക്കുന്നത്. എല്ലാ ചിത്രങ്ങളെ പറ്റിയും വിശദീകരിക്കണമെങ്കിൽ ഇനിയും മണിക്കൂറോളം വേണം. എങ്കിലും ഗ്രീക്ക് സ്റ്റാച്ചു ആയ ഈ കൈയില്ലാത്ത പ്രതിമ വീനസ് ഓഫ് മിലോയും ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ പ്രദേശം ചുറ്റുമൊന്ന് കാണിക്കണമെങ്കിൽ ഒരു 360 ഡിഗ്രി കറക്കാൻ കൊണ്ടേ സാധിക്കൂ. അത് മുഴുവൻ കാണിക്കുന്നതിനായി ഞങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ മുൻപിലുള്ള ഗ്ലാസ് പിരമിഡ് മുതൽ ചുറ്റും കറങ്ങി ഓപ്പോസിറ്റുള്ള ഒരു ആർച്ച് നമുക്ക് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഒളിമ്പിയാഡ് നടന്ന സ്ഥലമാണ്. അത് ചുറ്റി ഞങ്ങൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇത്രയും വ്യൂവേ നമുക്ക് ഒരുമിച്ച് കാണിക്കാനായിട്ട് സാധിക്കും. യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ സ്ക്വയറുകളും ഒക്കെയാണ്. അത് ശരിക്കും ഒന്ന് കാണുകയും അനുഭവിച്ചറിയുകയും തന്നെ വേണം. ഞങ്ങൾ ഇനി അവിടെ നിന്ന് നടക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലവും കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാം. ലൂവർ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ ഒരു ആർച്ച് കണ്ടില്ലേ? ആ ആർച്ചിലേക്ക് ഇനി എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം നടക്കണം. ആ ആർച്ചാണ് ട്രൂയിംഫൽ ആർച്ച് ഓഫ് കൊറോസൽ. ഇതെല്ലാം ട്രൂയിംഫൽ ആർച്ച് എന്ന് പറയുമ്പോൾ വിജയത്തിന് വേണ്ടി വിജയകമാനം എന്നാണ് അതിന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഓരോ യുദ്ധം കഴിയുമ്പോഴും അതിൻ്റെ ഓർമ്മയ്ക്കായി പണിയുന്ന വിജയകമാനങ്ങളാണ്. ഇത് നെപ്പോളിയൻ്റെ യുദ്ധത്തിന് ശേഷം 1806-നും 1808-നും പണിത ഒരു വിജയകമാനമാണ്. അങ്ങനെ ആ ആർച്ചിന് മുന്നിലെത്തി. അതിൻ്റെ മുകളിലായിട്ട് 4 കുതിരകൾ പൂട്ടിയ ഒരു രഥത്തിലിരിക്കുന്ന ആളും അതിൻ്റെ 2 സൈഡിലായിട്ട് മറ്റ് 2 വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ടൊരു ബോൾ കണ്ടോ? അത് 24 ഒളിമ്പിക്സിൻ്റെ പ്രതീകമായി അവിടെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് എത്തണമെങ്കിലോ ഇനിയും കിലോമീറ്ററുകൾ നടക്കണം. പിന്നെ റെസ്റ്റോറൻറ്റിൽ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആക്രമണം എന്ന് ആരോ പറഞ്ഞതും എല്ലാവരും കൂട്ടത്തോടെ ആക്രമിച്ചു. നല്ല സ്വാദുള്ള ഭക്ഷണവുമായിരുന്നു. ഭക്ഷണത്തിന് ശേഷം നമുക്കൊരു ഇന്ത്യൻ ഗൈഡ് എത്തി. അദ്ദേഹം നമുക്ക് പാരീസിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു തരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഈ മനോഹരമായ സ്ഥലം കണ്ടോ? മേപ്പിൾ ട്രീസാണ് ഇതിൻ്റെ 2 സൈഡുകളിലായി വെച്ചിരിക്കുന്നത്. അതൊരു സെപ്റ്റംബർ പകുതിയോടുകൂടി ശരത്കാലമാകും. ഇതിൻ്റെ ഇലയെല്ലാം മഞ്ഞ നിറത്തിലേക്ക് മാറും. അതിൻ്റെ പുറകിലായി വെച്ചിരിക്കുന്നത് ചെസ്നട്ട് ട്രീസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം മരങ്ങൾ ഇവിടെയുണ്ട്. ഇനിയും 20,000 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ പ്രദേശത്ത് ഏകദേശം 400ഓളം മരങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് ഫ്രാൻസിൻ്റെ തന്നെ ദേശീയ അഭിമാനമായ നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെയുള്ള നമുക്ക് നേരെ കാണാം. പക്ഷെ നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു പോയതിന് ശേഷമേ അവിടെ എത്തുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിട്ട് പ്രസിഡൻറ്റിൻ്റെ എൽഎസ്എ പാലസും, ലെഫ്റ്റ് എൻഡിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ബിൽഡിങ് ഗ്രാൻഡ് പാലസും, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് പെറ്റി പാലസുമാണ്. ഇത് രണ്ടും 1900-ൽ വേൾഡ് ട്രേഡ് എക്സിബിഷൻ്റെ ഭാഗമായി പണിതതാണെന്നാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് പെറ്റിറ്റ് പാലസ്. ഇത് ഇപ്പോൾ പാരീസിൻ്റെ സിറ്റി മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പെറ്റിറ്റ് പാലസ്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഗ്രാൻഡ് പാലസ്. ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ കടന്നു പോകുന്നത് അലക്സാണ്ടർ ബ്രിഡ്ജിലൂടെയാണ്. ഇതും 1900-ൽ വേൾഡ് ട്രേഡ് എക്സിബിഷൻ്റെ ഭാഗമായി പണിതതാണ്. ഈ അലക്സാണ്ടർ III ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരുവിധ സപ്പോർട്ടുമില്ലാതെ ഒരു തീരത്ത് നിന്നും അടുത്ത തീരത്തേക്ക് ഒരൊറ്റ കമാനത്തിൽ ഒരൊറ്റ ആർച്ചിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ 4 തൂണുകളിലായി ചിറകുള്ള കുതിരകളെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ ഐഫൽ ടവറും കാണാം. സൈൻ നദിക്ക് മുകളിലൂടെ പണിതിരിക്കുന്ന ഈ ബ്രിഡ്ജ് കടന്നാൽ നമ്മൾ എത്തുന്നത് നേരെ ഇൻവാലിഡ്സ് എന്ന് പറയുന്ന ആ വലിയ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. നേരെ കാണുന്ന കെട്ടിടമാണ് ഇൻവാലിഡ്സ്. കിങ് ലൂയി 14 1670-നും 76-നും ഇടയ്ക്ക് സോൾജിയേഴ്സിനുള്ള റിട്ടയർമെൻറ്റ് ഹോമായിട്ടായിരുന്നു ഇത് പണിത് കഴിപ്പിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഇതൊരു മിലിറ്ററി മ്യൂസിയവും
ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാർക്കുള്ള ഹോസ്പിറ്റലുമാണ്. ഇതിനകത്തുള്ള റോയൽ ചാപ്പലിൻ്റെ ഡോംബ് താഴികക്കുളത്തിന് താഴെയായി നെപ്പോളിയൻ്റെ ശവകുടീരവും ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന ഈ കൺകോർഡ് സ്ക്വയർ 1792-നും 95-നും ഇടയ്ക്ക് റീജിയൻ ഓഫ് ടെറർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ലൂയി 14 ഉൾപ്പെടെ ഏകദേശം 1200ഓളം പേരുടെ ശിരച്ഛേദനം നടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇവിടെ നിന്ന് നോക്കിയാൽ അലക്സാണ്ടർ തേർഡ് ബ്രിഡ്ജിൻ്റെ ഫുൾ വ്യൂ കാണുകയും ചെയ്യാം. ഇതാണ് മഗ്ദലീന ചർച്ച്. ഏകദേശം 52ഓളം കോളമിൽ ഉള്ള ഒരു റോമൻ കാത്തലിക് ചർച്ചാണിത്. ഈ കാണുന്നതാണ് ആർക്ക് ഡി ട്രയോംഫ് ഡേൽ എറ്റോയൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിജയകമാനങ്ങളിലൊന്ന്. 50 മീറ്റർ ഉയരവും 45 മീറ്റർ വീതിയും 22 മീറ്റർ ഡെപ്തുമുള്ള ഈ കമാനത്തിൽ ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ യുദ്ധങ്ങളിൽ ഫ്രാൻസിന് വേണ്ടി പോരാടുകയും മരിക്കുകയും ചെയ്തവരെ ആദരിക്കുന്നതിനായി ഫ്രഞ്ച് വിജയങ്ങളുടെയും ജനറൽമാരുടെയും പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം പാരീസ് സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട മോണ്യുമെൻറ്റുകളെ പറ്റിയൊക്കെ വിവരിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോയൊക്കെ ആകാം അല്ലേ? അങ്ങനെ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഈഫൽ ടവറും അതിലെ മനോഹര ദൃശ്യങ്ങളുമെല്ലാം അടുത്ത വീഡിയോയിലാകാം. ഇന്ന് പറഞ്ഞത് മുഴുവൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചരിത്ര കാര്യങ്ങളായിരുന്നു. അത് ഈ ഒരു തരത്തിലേ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. കാരണം അത് ആധികാരികമായി പറയേണ്ട പല വസ്തുതകളും അതിലുണ്ടാകൊണ്ടാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ.